നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അടിമുടി മാറാനൊരുങ്ങി ദുബായ്. 20 വർഷങ്ങൾക്ക് ശേഷം ദുബായ് എങ്ങനെയായിരിക്കുമെന്നത് സംബന്ധിച്ച് കൃത്യമായ വികസന രേഖ അവതരിപ്പിക്കുന്ന ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം പുറത്തിറക്കിയതോടെ ആഹ്ലാദത്തിമർപ്പിലാണ് ഇപ്പോൾ ദുബായ്. പ്രകൃതിക്കും സമ്പത്തിനും കേടുവരുത്താതെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഇത്. ഭാവിയിലെ ജനസംഖ്യ വർധനവിനെയും വ്യാവസായിക വളർച്ചയെയും ഉൾക്കൊള്ളുന്ന വലിയ തരത്തിലുള്ള പദ്ധതിയാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരവികസന പദ്ധതിക്കൊപ്പം എമിറേറ്റ്സിലെ സുസ്ഥിര വികസനത്തിനും മെച്ചപ്പെടുത്തലിനും പിന്തുണ നൽകാനായി ഒരു നഗര ആസൂത്രണ നിയമവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിലെ മേഖലകളെ ഗണ്യമായി വികസിപ്പിച്ച് കൂടുതൽ വിസ്തൃതിയോടെ നിലനിർത്തുന്നതോടൊപ്പം എല്ലാ രംഗത്തും വിവരിക്കാനാവാത്ത തരത്തിലുള്ള വികസനമാണ് മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. പ്രകൃതിയെയും പച്ചപ്പിനെയും നിലനിർത്തിയുള്ള സമഗ്ര വികസനമാണ് ലക്ഷ്യം എന്നതിനാൽ ദുബായ് എമിറേറ്റ്സിലെ 60% പ്രകൃതി സംരക്ഷണ മേഖലകളാക്കി മാറ്റും. സാമ്പത്തിക, വിനോദ, വിജ്ഞാന, ടൂറിസം മേഖലകളുടെ ശേഷി പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനായി ദുബായിലെ 5 പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച പ്രത്യേക നഗര കേന്ദ്രങ്ങൾ നിർമ്മിക്കും. വിനോദസഞ്ചാരികളെയും താമസക്കാരെയും ആകർഷിക്കാനായി പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിയ ടൂറിസം രംഗത്ത് വൻ വികസനത്തിനാണ് മാസ്റ്റർ പ്ലാനിൽ പദ്ധതികൾ നിർദ്ദേശിച്ചത്. 20 വർഷത്തിനുള്ളിൽ 5.8 ദശലക്ഷം പേർ താമസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദുബായ് നഗരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്തം പറഞ്ഞു. 2040 എമിറേറ്റ്സിന്റെ നഗര ഭൂപ്രകൃതി മാറ്റുന്നതിനും സാമൂഹിക, സാമ്പത്തിക, വിനോദ മേഖലകൾ, പ്രകൃതി സംരക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക, വിനോദ പ്രവർത്തനങ്ങൾക്കുള്ള മേഖലകൾ 1.5 ഇരട്ടി വർദ്ധിപ്പിക്കും. അടുത്ത 20 വർഷത്തിനുള്ളിൽ ദുബായിലെ ബീച്ചുകളുടെ ദൈർഘ്യം 400% വർദ്ധിപ്പിക്കും. ഷെയ്ഖ് മുഹമ്മദ് ട്വിറ്റർ ഹാൻഡിലിൽ ഇങ്ങനെയാണ് കുറിച്ചത്: നഗരത്തിലെ വിശാലമായ ഹരിത പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പദ്ധതികൾ. അതുകൊണ്ട് തന്നെ ദുബായിയുടെ 60% പ്രകൃതി സംരക്ഷണത്തിനായി നീക്കിവെച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 20 വർഷത്തിനുള്ളിൽ നഗരജീവിതം ആസൂത്രണം ചെയ്യുകയാണ് പുതിയ ദുബായ് നഗര പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി ജനങ്ങൾക്ക് ഏറ്റവും മികച്ച ജീവിത നിലവാരം ഉറപ്പാക്കും. രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാൻ എല്ലാവരെയും സഹായിക്കണേ എന്നാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. UAE ഏകീകരണത്തിന് 12 വർഷം മുമ്പ് 1960 ശേഷം എമിറേറ്റ്സിലേക്ക് കൊണ്ടുവരുന്ന 7ാമത്തെ നഗര പദ്ധതിയാണ് ദുബായ് 2040. ഇതിനിടെ നഗരത്തിലെ ജനസംഖ്യ 80 മടങ്ങ് വർധനവാണ് രേഖപ്പെടുത്തിയത്. എമിറേറ്റ്സിലെ നഗര വികസിത പ്രദേശങ്ങൾ 3.2 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 1490 ചതുരശ്ര കിലോമീറ്ററായി 740 മടങ്ങ് വർദ്ധിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള എമിറേറ്റ്സിലെ നഗര വികസിത പ്രദേശങ്ങൾ 3.2 ചതുരശ്ര കിലോമീറ്ററിൽ നിന്ന് 1490 ചതുരശ്ര കിലോമീറ്ററായി 170 മടങ്ങ് വർദ്ധിച്ചു. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ദുബായ് പ്രദേശമായ ഹത്തയും ജലവൈദ്യുതി നിലയത്തിനുള്ള പദ്ധതികളും മേഖലയിലെ GDP-യിൽ 32% വർധനവ് രേഖപ്പെടുത്തുന്ന ടൂറിസം, കാർഷിക മേഖലകളും മാസ്റ്റർ പ്ലാനിൽ മികച്ച സ്ഥാനങ്ങളിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ പദ്ധതി ഭാഗികമായി പ്രഖ്യാപിച്ച പദ്ധതിയുടെ വികസിത രൂപമാണ് ദുബായ് 2040 മാസ്റ്റർ പ്ലാൻ. 2.5 ബില്യൺ ദിർഹത്തിൽ കൂടുതൽ ചിലവിൽ 1 ഡസൻ പുതിയ ബീച്ചുകളും 8 ദശലക്ഷം ചതുരശ്ര മീറ്റർ ഹരിത ഇടങ്ങളും ദുബായിൽ സൃഷ്ടിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു. 29 പ്രൊജക്ടുകളിൽ നീന്തലിന് കൂടുതൽ ഇടങ്ങൾ, റണ്ണിംഗ് ട്രാക്കുകൾ, ദൈർഘ്യമേറിയ സൈക്ലിംഗ് പാതകൾ എന്നിവ ഉൾപ്പെടുന്നു. നഗരവാസികളിൽ ഫിറ്റ്നസ് സംസ്കാരവും ആരോഗ്യകരമായ ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കാനുള്ള മൊത്തത്തിലുള്ള പദ്ധതിയുടെ ഭാഗമായി ജലപ്രവർത്തനങ്ങൾ, ജോഗിംഗ്, സൈക്ലിംഗ് ട്രാക്കുകൾ എന്നിവയ്ക്കായി സമർപ്പിത പ്രദേശങ്ങളും ഒരുക്കും. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാൻ പ്രകാരം ദുബായിലെ 5 പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേക നഗര കേന്ദ്രങ്ങൾ നിർമ്മിക്കും. നഗരത്തിലെ പ്രധാന ആകർഷണങ്ങൾ പ്രത്യേക മേഖലകളിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പഴയ ദുബായ് എന്ന് അറിയപ്പെടുന്നതും പൈതൃകങ്ങളുടെ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്നതുമായ പല നഗരങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ദുബായിലെ ഹെറിറ്റേജ് സിറ്റിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.